ഹായ് ഫ്രണ്ട്സ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഇനി നമുക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അവിടെ ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ആ കൊച്ചുള്ളി നന്നായി ചതച്ചെടുത്ത് ചൂടായ എണ്ണയിലോട്ട് ഇടാം. കൊച്ചുള്ളി അരിഞ്ഞെടുക്കണ്ട, ചതച്ച് എണ്ണ എടുക്കണം, അതാണ് ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവയിട്ട് ഈ കൊച്ചുള്ളിയും മുളക് പൊടിയൊക്കെ നന്നായി മൂത്ത് വരുന്ന രീതി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് തരിക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തു വന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും വളരെയധികം സന്തോഷം അറിയിക്കുന്നു. ഇനി ആ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകണം. ഉള്ളിയും മുളക് പൊടിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കറി ലീഫ് ഇടാം. കറി ലീഫ് ഇട്ടതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇത് എൻ്റെ വീട്ടിൽ വളർന്ന കോവയ്ക്കയാണ്. വളം ചേർക്കാത്ത കോവയ്ക്ക ആയതുകൊണ്ട് മെഴുക്കുവരട്ടി എടുത്തപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇതാ കോവയ്ക്ക ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്. ഇട്ടതിന് ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റുക. ആ മസാല മൂത്ത് വന്ന കൊച്ചുള്ളി മുളക് പൊടിയൊക്കെ ഉണ്ടില്ലേ, അതുമായിട്ട് ഈ കോവയ്ക്ക മിക്സ് ചെയ്ത് വരുന്ന രീതി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കൈക്ക് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുത്തിട്ടില്ല. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ അതിൻ്റെ മീതെ ഇട്ട് ഇത് വഴറ്റിയൊന്നും വേണ്ട, ഞാനിവിടെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് വെള്ളം നന്നായി വറ്റിയിട്ടൊന്നുമില്ല, കുറച്ച് വെള്ളം അതിനകത്തുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. കോവയ്ക്കയ്ക്ക് നല്ല വേവുണ്ട്. അതുകൊണ്ട് ഞാനിത് ഒരിക്കൽ കൂടെ നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. നന്നായി ഒന്ന് വഴറ്റി ഞാനിവിടെ അടച്ചു വയ്ക്കുന്നുണ്ട്. അടച്ചു വെച്ച് സിമ്മിലിടുക, ഗ്യാസ് സിമ്മിലിട്ട് വേവിക്കുക. ഞാനിവിടെ കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കോവയ്ക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണമെന്നില്ല, തുറന്ന് വെച്ച് തന്നെ നന്നായി ഒന്ന് വഴറ്റി എടുക്കുക. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറാണ്. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക. കുഞ്ഞുള്ളി ചതച്ചിട്ട് തന്നെ ഉണ്ടാക്കി ഞാൻ കാണിച്ച പോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.